ബ്ലെസ്സിങ്സ് വീണ്ടും ദൈവനാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്ന ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ഏവർക്കും ആശംസിക്കുന്നു. ഈ നാളുകൾ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഈ സീസണിലെ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ദൂതുകൾ, ഒന്ന് ഹാർവസ്റ്റിനെ കുറിച്ചും ഒന്ന് പ്രോസ്പെറിറ്റിയെ കുറിച്ചാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സഭയെ, പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയെ ദൈവം വലിയൊരു ഹാർവസ്റ്റിലേക്ക്, ഒരു പ്രോസ്പെറിറ്റിയിലേക്ക് നടത്താൻ പോകുന്ന ഒരു സീസൺ, ഒരു വർഷമായിരിക്കും ഇത്. ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റാൻ പോകുന്നു. ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റും. ഹോശേയ 6:11 പറയുന്ന പോലെ, യഹോവ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു, വലിയൊരു ഹാർവസ്റ്റ് വെച്ചിരിക്കുന്നു. കണ്ണുനീരോടെ വിതച്ചവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കൊയ്ത്തിന്റെ കാലം, ഒരു പ്രോസ്പെരിറ്റിയുടെ കൊയ്ത്തിന്റെ കാലം. സങ്കീർത്തനം 35:27 ഇങ്ങനെയാ വായിക്കുന്നത്, തന്റെ ദാസന്റെ, തന്നെ വിശ്വസിക്കുന്നവന്റെ, തന്റെ മക്കളുടെ ശ്രേയസിൽ ദൈവം ഡിലൈറ്റ് ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യോഹന്നാൻ പറയാ, ഗായോസിന് എഴുതിയ ലേഖനത്തിൽ എൻ്റെ പ്രിയനെ എന്ന് പറഞ്ഞാണ് ഗായോസിനോട് പറഞ്ഞത്. ദൈവം ഇത് തന്നെയാണ്, ദൈവത്തിന്റെ മൈൻഡ് സെറ്റും നമ്മളോടുള്ള ഇതേ മൈൻഡ് സെറ്റാണ്. 3 John 1:2 says like this, Beloved, I wish above all things that mayest prosper and be in health, even as thy soul prospered. പ്രിയനെ, നീ ശുഭമായിരിക്കണം, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. അവിടെ സോൾ എന്നാണ് ഇംഗ്ലീഷിലെ, സോൾ ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ദൈവത്തിന് അതേ മൈൻഡാണ് നമ്മളോടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സകലത്തിലും പ്രോസ്പർ ചെയ്യണം. നിങ്ങളുടെ ഗിഫ്റ്റുകൾ നിങ്ങൾ പ്രോസ്പർ ചെയ്യണം, അനോയിന്റിങ്ങൾ നിങ്ങൾ പ്രോസ്പർ ചെയ്യണം, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ പ്രോസ്പർ ചെയ്യണം, ജോലിയിൽ നിങ്ങൾ പ്രോസ്പർ ചെയ്യണം, മിനിസ്ട്രിയിൽ നമ്മൾ പ്രോസ്പർ ചെയ്യണം. ഒരു സോൾ വിന്നിങ്ങിന്റെ ഒരു സീസൺ കർത്താവ് തുറക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രോസ്പെറിറ്റിയുടെ, സമ്പത്തിന്റെ ഒരു സീസൺ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു എൻഡ് ടൈം ഹാർവസ്റ്റിന് വലിയ സമ്പത്ത് സഭയ്ക്ക് ആവശ്യമാണ്. ഒരു സമ്പത്തിന്റെ സീസൺ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം തുറക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ കാണാം, യോഹന്നാനും പത്രോസും ഒക്കെ പറയുന്ന വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഈവൻ രാജാക്കന്മാർ പോലും അതുപോലത്തെ വിസ്റ്റം ദൈവം പകരുന്ന ഒരു സീസൺ. രാജാക്കന്മാരുടെ മുമ്പാകെ പോലും നിന്ന് വിസ്റ്റത്തോടെ, അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി സംസാരിക്കാൻ കഴിയുന്നവർ ഈ നാളുകൾ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന സഭയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. സഭ പ്രസംഗി 2:26 ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, തനിക്ക് പ്രസാദമുള്ള മനുഷ്യൻ അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവമാക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയാ, തനിക്ക് പ്രസാദമുള്ളവന് ദൈവം ജ്ഞാനം, അറിവ്, സന്തോഷം ഇത് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം, ഈ നാളുകൾ കർത്താവ് എന്നോട് ഇടപെട്ടത് നിങ്ങൾക്കുള്ളത്, ഈ സഭയ്ക്കുള്ളതും, ഹല്ലേലൂയ, സ്തോത്ര, ആഗോള വ്യാപകമായ ദൈവസഭയ്ക്കുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. ദൈവസഭയ്ക്ക് ജ്ഞാനം, എനിക്ക് ജ്ഞാനം, നിങ്ങൾക്ക് ജ്ഞാനം, നമ്മുടെ ജ്ഞാനം വർദ്ധിക്കട്ടെ, നമ്മുടെ അറിവ് വർദ്ധിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള, ഹല്ലേലൂയ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള അറിവ്, ഹല്ലേലൂയ, ജ്ഞാനം, നമ്മുടെ സന്തോഷം, ക്രിസ്തുവിലുള്ള സന്തോഷം വർദ്ധിക്കട്ടെ. അതിന്റെ താഴെ ഇരിക്കുന്ന വചനം വായിക്കുന്ന നമുക്ക് കാണാം, പാപി ഇന്ന് സമ്പാദിക്കുന്നതൊക്കെ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ പ്രസാദമുള്ളവന്, ദൈവത്തിന്റെ നീതിയിൽ നിൽക്കുന്നവന് വേണ്ടി ഈ പാപികൾ അധ്വാനിക്കുകയാണ്. അത് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു സീസൺ ഉണ്ട് എൻഡ് ടൈമില്. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ കയ്യില്, ഹല്ലേലൂയ, ദൈവം സമ്പത്ത് ഏൽപ്പിച്ചു എന്ന ദൈവത്തിന്റെ വചനം. അവർ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, മിസ്രൈമിൻ ജനം കൊണ്ടുവന്ന് ഏൽപ്പിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിന് കാണാം. 430 വർഷം അവര് ഒരു കൂലി പോലും കൊടുക്കാതെ വെച്ചിരുന്നത് എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് റിലീസ് ചെയ്യാൻ കഴിയുകയും ഈ സീസൺ അങ്ങനത്തെ ഒരു സീസൺ ആയിരിക്കും. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്ന, വിടുതൽ നടക്കുന്ന, വലിയൊരു സാമ്പത്തികമായ നന്മകളിലേക്ക്, പ്രോസ്പെറിറ്റിയിലേക്ക് ദൈവം നടത്തുന്ന, ഹല്ലേലൂയ, ഒരു സീസൺ, ഒരു ഹാർവസ്റ്റിന്റെ സീസൺ, സോൾ വിന്നിങ്ങിന്റെ ഒരു ഹാർവസ്റ്റിന്റെ സീസൺ, ഹല്ലേലൂയ, സ്തോത്ര, സമ്പത്തിന്റെ ഒരു സീസൺ, ഗിഫ്റ്റുകൾ നമ്മൾ വലിയൊരു ഹാർവസ്റ്റ് കാണാൻ പോകുന്ന, ഹല്ലേലൂയ, അനോയിന്റിങ്ങിൽ വലിയൊരു ഹാർവസ്റ്റ്, നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ എല്ലാം, ഒരു കണ്ണുനീരൊഴിക്കേണ്ട ഒക്കെ ഒരു വലിയ ഹാർവസ്റ്റ് കാണാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും അത്.
ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങളെ സകലത്തിലും, ഹല്ലേലൂയ, സ്തോത്രം, യോഹന്നാൻ എഴുതിയ പോലെ സകലത്തിലും പ്രോസ്പെർ ചെയ്യിക്കുന്ന ഒരു സീസണായി തീരട്ടെ. സ്പിരിച്വലി, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി സകലത്തിലും നമ്മൾ പ്രോസ്പെർ ചെയ്യുന്ന ഒരു സീസണായി ഇത് തീരട്ടെ. ദൈവവചനത്തിൽ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ നിങ്ങൾക്ക് ഏവർക്ക് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.